ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. ഇത്ര കുടിച്ചാലും മതി വരാത്ത അതിരുചികരമായിട്ടുള്ള മത്തങ്ങ പായസമാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മത്തൻ കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ, അപ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടൂ. നമുക്കിനി മത്തൻ എന്തായെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മത്തങ്ങ പായസം നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി മത്തൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോഴിതാ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇനി മത്തങ്ങ പായസം റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മത്തൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു പാകമുണ്ട്. ആ ഒരു പാകമാവും വരെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ കണ്ട മത്തൻ ഡബിൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകം ആവണം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 2 ഗ്ലാസ് 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോഴിത് പായസം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പുട്ടുപൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 1/2 ഗ്ലാസ് ശർക്കരപ്പാനിയാണുള്ളത്. ഞാനിത് 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള 1 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ബദാം നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വാങ്ങി വയ്ക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മത്തങ്ങ പായസം റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുടിക്കാൻ. ഒരു പായസം അത്യാവശ്യം നല്ല തിക്കായി തന്നെ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മത്തങ്ങ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.